ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ആശാളി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വിത്തിന്. നമ്മളിൽ തന്നെ മിക്കവർക്കും ആശാളിയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ നല്ലപോലെ അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണേ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് രാവിലേക്കായിട്ടാണ് തയ്യാറാക്കണതെങ്കിൽ നമുക്ക് രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാവേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ആശാളിയൊക്കെ നല്ലപോലെ കുതിർന്നപ്പോൾ 2 ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 2 കപ്പ് പാലാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഈ പാലൊക്കെ ചെറുതായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആശാളിയില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ കഴിക്കണതും ഒത്തിരി നല്ലതാണേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കശുവണ്ടിയും ബദാമും പൊടിച്ചതാണേ. ഒപ്പം തന്നെ കുറച്ച് ഈന്തപ്പഴം കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈന്തപ്പഴത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അതുപോലെ ഈ സമയം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്തിയാലും നല്ലത് തന്നെയാണ്. പൊതുവേ നമ്മുടെ ആശാളിക്ക് ചെറിയൊരു കൈപ്പരസമല്ലേ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇതുപോലെ തയ്യാറാക്കണ കൊണ്ട് ആ ഒരു കൈപ്പരസം നമുക്ക് അറിയേയില്ല കേട്ടോ. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 10 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആശാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും മതി. ഈ ഒരു പാകാകണ സമയത്ത് ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ഒന്ന് പോയി കഴിയണ സമയത്ത് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കണ ശർക്കര പാനിക്കും ഒട്ടും ചൂടുണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ചൂട് പാലിലേക്ക് നമ്മുടെ ശർക്കര പാനിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പാലൊക്കെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ആശാളി കൊണ്ടുള്ള ഈ ഒരു പായസം. ഈ ഒരു അളവിലാണ് നമ്മൾ ശർക്കര പാനി ചേർക്കണതെങ്കിൽ നമ്മുടെ ഈ ഒരു പായസത്തിന് ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് സമയത്തും കഴിക്കാമല്ലോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണേ. കൂടുതലായും നമ്മൾ ആശാളി കൊണ്ട് കഞ്ഞിയോ അല്ലെങ്കിൽ ലഡു ഒക്കെ അല്ലേ തയ്യാറാക്കാറ്. ഇതുവരെ ഇതുപോലെ പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്